നമസ്കാരം. മീഡിയ ന്യൂസ് കണ്ണൂരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വീഡിയോന്റെ താഴേക്ക് ഒരുപാട് ആളുകൾ കമന്റായി ചോദിക്കുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള പെൻഷൻ തുകയുടെ വിതരണം ഈ ഒരു മാസം ഉണ്ടാകുമോ അല്ലെങ്കിൽ അടുത്ത മാസമാണോ ഉണ്ടാകുക, അതുപോലെ തന്നെ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് എത്ര തുക പെൻഷൻ തുക ലഭിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ദയവായി വീഡിയോ പൂർണ്ണമായും അവസാനം വരെ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായി വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീഡിയോകൾ ലൈക്ക് തരിക. നിങ്ങൾ തരുന്ന ലൈക്കും സപ്പോർട്ടും തന്നെയാണ് നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമുക്ക് പെൻഷൻ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ വാർത്ത അറിയിപ്പ് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം നോക്കാം. ഈ ഒരു മാസം നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ ഒരു മാസത്തെ പെൻഷൻ തുകയായ 1600 രൂപയുടെ വിതരണം ചെയ്യുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓണച്ചെലവുകൾക്കും മറ്റ് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനൊക്കെ വേണ്ടി സംസ്ഥാന സർക്കാർ 3200 കോടി രൂപ നാളെ കടമെടുക്കുവാൻ പോകുകയാണ്. ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ തുകയായിരിക്കും ആ ഒരു കടമെടുക്കുന്ന തുകയിൽ നിന്നും നമുക്ക് വിതരണം ചെയ്യുക. 2-3 ദിവസത്തിനകം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. അതിനുശേഷം 1-2-3 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയിട്ട് തുക കൈമാറുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. റിപ്പോർട്ടുകൾ പ്രകാരം ഇത് നമുക്ക് ഏകദേശം ഉറപ്പിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതോടനുബന്ധിച്ച് ഈ ഒരു സെപ്റ്റംബർ മാസം പകുതിക്ക് ഓടുകൂടി തന്നെ ഏകദേശം 3200 രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ കൈകളിലേക്കൊക്കെ ഒരുപക്ഷെ പെൻഷൻ തുക എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞ വിവരങ്ങൾ. ഒരുപക്ഷെ ഒരുമിച്ചായിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ 2-1 ഗഡുക്കളായിട്ട് 2 തവണയായിട്ടായിരിക്കും ആ ഒരു തുക 10-ാം തീയതിക്കകം തന്നെ പെൻഷൻ തുകയെ വിതരണം ചെയ്യുക എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ ഒരു മാസത്തെ കുടിശ്ശിക പെൻഷൻ അടക്കം ചേർത്തുകൊണ്ടാണ് ആ ഒരു തുക വിതരണം ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നിലവിൽ 5 മാസത്തെ പെൻഷൻ തുക സംസ്ഥാനത്ത് കുടിശ്ശികയായിട്ടുണ്ട്. മാസത്തെ കുടിശ്ശിക പെൻഷനും അതുകൂടാതെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുകയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് 3200 രൂപ സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുക. അതുകൊണ്ട് തന്നെ 10-15 ദിവസത്തിനകം ഒരുപക്ഷെ നമുക്ക് 3200 രൂപ മുതൽ 4800 രൂപ വരെ ഒരുപക്ഷെ പെൻഷൻ തുക ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ. കാര്യം ഏകദേശം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഏകദേശം തീരുമാനമായ ഒരു കാര്യം തന്നെയാണ്. ഇത് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണ് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഓണത്തോടനുബന്ധിച്ച് പെൻഷൻ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് 2 മാസത്തെ കുടിശ്ശിക പെൻഷൻ തീരുന്നതായിരിക്കും. അതിനുശേഷം 3 മാസത്തെ പെൻഷൻ തുക കുടിശ്ശിക പെൻഷൻ തുക അടുത്ത സാമ്പത്തിക വർഷത്തിലായിരിക്കും സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുക. മാത്രമല്ല സംസ്ഥാനത്തെ പെൻഷൻ തുകയുടെ വർധനവിന്റെ കാര്യവും സംസ്ഥാന സർക്കാർ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 62 ലക്ഷത്തോളം വരുന്ന എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നടപടിക്രമങ്ങളൊക്കെ വളരെയധികം ആശ്വാസം നൽകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയൊരു പെൻഷൻ വാർത്തയും മറ്റു വാർത്താവിശേഷവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.